ഹലോ നമസ്കാരം. മീഡിയ ഭാരതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണ്. ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ അക്ഷോഭ്യനായി നിന്നുകൊണ്ട് ബഹളം വെക്കാതെ കൃത്യവും വ്യക്തവുമായി ഉത്തരങ്ങൾ നൽകുന്ന ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത് പണിക്കരെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. താങ്ക് യു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത്, പൊളിറ്റിക്സ് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട ഒരു പാർട്ടി ഇപ്പോൾ ജന്തർ മന്ദറിൽ വലിയൊരു പ്രക്ഷോഭം, ഒരു പ്രകടനമൊക്കെ നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു കൂട്ടായ്മ, ഏതോ ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇടുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള കുറെ പേര് അതിനെ പിന്തുണയ്ക്കുന്നു, അവരൊരു കൂട്ടായ്മയായി മാറുന്നു. ഇതിപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു അറബ് വസന്തം പോലെയൊക്കെ മാറാവുന്ന ഒരു പ്രവണതയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലത്തേക്ക് അത് മാറുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭയം ഭരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഫോളോയിങ് അല്ല ഓൺ ഗ്രൗണ്ട് വരുന്ന ആൾക്കാരുടെ സ്ട്രെങ്ത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരൊരു ഈ പറഞ്ഞ പോലെ ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് അവർ ആഹ്വാനം നടത്തുന്നു. സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് 7 ദിവസത്തെ നോട്ടീസ് ആവശ്യമാണ്. ഡൽഹി പോലീസിനെ അറിയിക്കണം. അത് ചെയ്യാമായിരുന്നിട്ടും അവരുടെ നേതാക്കൾ ആരും അത് ചെയ്തില്ല. പകരം തലേ ദിവസം അവർ അപ്രൂവലിന് വേണ്ടിയിട്ട് പോകുന്നു. പെർമിഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നായിരിക്കും ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയ വഴി അവരും മാധ്യമങ്ങളും ഒക്കെ അതിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ സർക്കാർ ഇതിനെ എന്തോ ഭയക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ വാർത്തയായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാവും അവർ നാച്ചുറലി കരുതിയിട്ടുണ്ടാവുക. കാരണം അവരുടെ നേതാവുണ്ട്, സൗരവ് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ 7 ദിവസം മുമ്പത്തെ പെർമിഷൻ എടുക്കുന്നില്ല? അപ്പോൾ പുള്ളിക്ക് പല ന്യായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് മാത്രം പുള്ളി ആൻസർ പറയുന്നില്ല, എന്തുകൊണ്ടത് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ നേതാവ് വരുന്നത് അതിന് തൊട്ട് തലേ ദിവസം എന്തോ ആണ് എന്ന് പറയുന്നു. അപ്പോൾ നേതാവ് വന്നോട്ടെ, പക്ഷേ പെർമിഷൻ നേതാവിന് മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്നില്ലല്ലോ, നിങ്ങൾക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊന്നും ഇവർക്ക് മറുപടിയില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വ്യക്തമായിരുന്നു, അത് നടക്കുകയും ചെയ്യുമായിരുന്നു. പ്രൊവൈഡഡ് ഡൽഹി പോലീസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് 7 ദിവസത്തെ നോട്ടീസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇവർക്ക് അനുമതി നിഷേധിക്കാമായിരുന്നു. ഒരു സംഘർഷ സാധ്യത ഉണ്ടാകാം. അപ്പോൾ ഇവരെ ഭയപ്പെടുന്നു എന്ന രീതിയിലത്തേക്കോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്നോ ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുമെന്നോ ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഡൽഹി പോലീസ് ആക്ടഡ് സ്മാർട്ട്. അവർക്കിത് കിട്ടുന്ന സമയത്ത് അവർ പറഞ്ഞു, ശരി പ്രതിഷേധിച്ചോളൂ. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം 5 മണി വരെ വേണം. ശരി, 5 മണി വരെ പ്രതിഷേധിച്ചോളൂ. അപ്പോൾ ഇതെല്ലാം അവർ അപ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് എന്താണ്? ഇതിനി ഈ രീതിയിലത്തേക്ക് ഗവൺമെൻറ് ഭയപ്പെടുന്നുവെന്നോ പോലീസ് പെർമിഷൻ തന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷവും മാധ്യമപ്രവർത്തകരെയാണ് ആദ്യം നമ്മൾ കാണുന്നത്. അതിനുശേഷം വരുന്ന ആൾക്കാരെ പല ഓൺലൈൻ ചാനലുകൾ മറ്റു ആൾക്കാരെ ഒക്കെ തന്നെ അവരെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ആൾക്കാരിൽ വലിയൊരു വിഭാഗം ആൾക്കാർക്കും അവരെന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. നീറ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയാത്ത ആൾക്കാർ, CJPയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയാത്ത ആൾക്കാർ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിരിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല എന്ന് പറയുന്ന ആൾക്കാർ, മറ്റ് ചില എക്സാമുകൾ ഈ കോമ്പറ്റേറ്റീവ് കാറ്റഗറിയിൽ വരാത്തതാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ പലരും ഇപ്പോൾ തന്നെ വിമർശിക്കുന്നത് പോലെ ഇത് അരാഷ്ട്രീയവാദികളാണോ എന്നുള്ള ഒരു ചോദ്യം, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു ഗ്യാതറിങ് എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളൊരു ഫാക്ച്വൽ റിയാലിറ്റി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എക്സ്പോസ്ഡായി. പിന്നെ മറ്റു കാര്യങ്ങളിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഹീറ്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് തന്നെ അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. പിന്നെ തിരിച്ചു വരാമെന്ന് പറയുന്നു, സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം നടത്തുന്നു. ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം, ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സംശയം, ഇങ്ങനെ പെട്ടെന്ന് വൈറലാകാനും ഇത്ര രീതിയിലത്തേക്ക് ഫോളോവേഴ്സിനെ കിട്ടാനായിട്ട് ഓർഗാനിക്കായിട്ടൊരു വളർച്ച ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിന് സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ 22 മില്യൺ എന്നൊക്കെ പറയുന്നത് ചെറിയ നമ്പറല്ല. പക്ഷേ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള, ഓർഗാനിക്കായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ബോട്ട്സ് ആയിരിക്കാം കൂടുതൽ, അല്ലെങ്കിൽ പെയ്ഡായിട്ടുള്ള ഫോളോവേഴ്സ് ആയിരിക്കാം കൂടുതൽ എന്ന രീതിയിലത്തേക്കുള്ള സംശയങ്ങളൊക്കെ തന്നെ ബലപ്പെടുന്നുണ്ട്. കാരണം ഇത് പ്രൊട്ടസ്റ്റ് ഉണ്ടാകും എന്നതിനെക്കുറിച്ച് അറിയാം, എന്നിട്ടും അവിടേക്ക് ആൾക്കാരധികം വരുന്നില്ല, ഈ ഒരു കോസുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ, അവർ പറയുന്ന ആവശ്യം എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്തിനാണോ അവർ ഗ്യാതറിങ് വെക്കുന്നത്, ആ ഗ്യാതറിങ്ങുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. കാരണം നമുക്കിവിടെ കോമ്പറ്റേറ്റീവ് ഇത്തരത്തിലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഒരു ബോഡിയുണ്ട്. ആ ബോഡി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഇറ്റ്സ് എ ഫാക്ട്.
അതിനെ നിയന്ത്രിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്നില്ല. അപ്പോൾ അതിന് ഏബിളായിട്ടുള്ള ഒരാളാണോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ട് കാര്യങ്ങളെ രണ്ടായിട്ട് കാണണം. അതായത് ഈ ഓർഗനൈസേഷൻ ഉണ്ടായി വന്നിരിക്കുന്നതും അത് അരാഷ്ട്രീയവാദമാണോ, അത് ഓർഗാനിക് വളർച്ചയാണോ, അത് അറബ് സ്പ്രിംഗ് പോലെ ആകുമോ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത്. പക്ഷെ അവർ അതിൽ പറഞ്ഞിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് വാലിഡാണ്. പക്ഷെ ആ മുദ്രാവാക്യത്തിനെ ഫർദർ ചെയ്യുന്നതിന് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്കിത് ടേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, അവർക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകളുണ്ട്, അവർക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കാണുന്നത് സർപ്രൈസിംഗ്ലി ഇവരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വിട്ടതിന് ശേഷം ഈ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആൾക്കാരോ അവരുടെ യൂത്ത് ആൾക്കാരോ അവരുടെ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ്റെ ആൾക്കാരോ ഒന്നും തന്നെ ഇതിന് സപ്പോർട്ടുമായിട്ട് പോകുന്നില്ല. അതിന് പോകണമെന്നില്ല, പക്ഷെ അവർക്ക് അല്ലാതെ തന്നെ ഈ ഒരു ഡിമാൻഡ് ഉന്നയിക്കാം. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനെ പ്രഷർ ചെയ്യാം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ് ആവശ്യമെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രക്ഷോഭങ്ങൾ നടത്താം. അത് നടത്താൻ അവർക്കും കഴിയുന്നില്ല, ഇവരെ സപ്പോർട്ട് ചെയ്യാനും കഴിയുന്നില്ല. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിന് ഗുണമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഡിമാൻഡ് ലെജിറ്റിമേറ്റ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ഫൗണ്ടേഷണലായിട്ടുള്ള 5 ഡിമാൻഡ്സ് ഉണ്ട്. അതിലൊരു ഡിമാൻഡ് 50% സ്ത്രീ സംവരണം വേണം ഈ ഭരണത്തിലും മറ്റു കാര്യങ്ങളിലും എന്നുള്ളതുണ്ട്. അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ്, അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ മറ്റ് 4 ഫൗണ്ടേഷണൽ ഡിമാൻഡ്സ് ഉണ്ട്. ഈ 4 ഡിമാൻഡ്സും കോൺസ്റ്റിറ്റ്യൂഷണലല്ല, ഇത് 4ഉം ജനാധിപത്യപരമല്ല, അങ്ങേയറ്റം ഫാഷിസ്റ്റ് രീതിയിലുള്ള ഏകാധിപത്യ പ്രവണതയിലുള്ള ഡിമാൻഡ്സാണ്. ഒരു ഉദാഹരണത്തിന്, ഇന്ത്യയിൽ അംബാനിക്കും അദാനിക്കും മീഡിയ ഹൗസസ് റൺ ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല. ഉള്ള ലൈസൻസ് അല്ല ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ കഴിയും? അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെയുള്ള ലൈസൻസ് കിട്ടിയിട്ടാണ്. ഇവിടെയുള്ള പ്രിൻ്റ് മാധ്യമങ്ങളാണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും സാറ്റലൈറ്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ബോഡീസിൻ്റെ ക്ലിയറൻസ് ഉണ്ടായിട്ടാണ്. അവർ എയർ ചെയ്യുന്ന കോണ്ടന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഇതിന് റെസൊല്യൂഷൻ മെക്കാനിസം കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ലൈസൻസ് ഇമ്മീഡിയറ്റ്ലി ക്യാൻസൽ ചെയ്യണമെന്ന് പറയുമ്പം എന്തിൻ്റെ പേരിലാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനയുള്ള നിയമവാഴ്ചയുള്ള ഒരു സ്ഥലത്ത് ആവശ്യപ്പെടാൻ പറ്റുന്ന ഡിമാൻഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. 2, ഒരു പാർട്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഇവരെ ഡിഫെക്ഷൻ്റെ ഭാഗമായിട്ട് 20 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. അങ്ങനെയല്ല, നിലവിലത്തെ നിയമം അതിനുണ്ട്. ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്ന് 2/3 അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് മെജോറിറ്റി, ഒരു ഉൾപാർട്ടി ജനാധിപത്യ സ്വഭാവം അനുസരിച്ച് മെജോറിറ്റി ആൾക്കാർ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ മെജോറിറ്റി സ്വഭാവത്തിനെ അംഗീകരിക്കണം. എന്ന് വെച്ചാൽ അതാണ് ജനാധിപത്യം. അതല്ല എങ്കിൽ അവരെ ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ ബാധിക്കും എന്ന രീതിയിലത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള നിയമമുണ്ട്. ആ നിയമത്തിന് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭയിലെ 10 MP-മാരിൽ 7 പേര് BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ 70% ആൾക്കാരാണ്. 30% മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് 70% താല്പര്യങ്ങളെ ഹനിക്കേണ്ടതുണ്ടോ? അവിടുത്തെ ജനാധിപത്യം എന്താണ്? ഈ റീറ്റെയിൻ ചെയ്യുന്ന നിൽക്കുന്ന 30% അല്ല, മറ്റേ വലിയ ലാർജർ വോയിസ് അവിടെയുണ്ട്. അങ്ങനെയാണല്ലോ ജനാധിപത്യ പ്രക്രിയ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വേണം. പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസ് ഒന്നും തന്നെ വേറെ പൊസിഷനിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. ഇപ്പോഴല്ലാതെ വന്നിരിക്കുന്ന എത്രയോ കാലം മുമ്പ് തന്നെ അങ്ങനെ റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജസ് ആണെങ്കിലും സുപ്രീം കോടതി ജഡ്ജസ് ആണെങ്കിലും ചീഫ് ജസ്റ്റിസ് അടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ലോ മേക്കേഴ്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇതെന്തോ ഒരു തെറ്റാണ്. അതേപോലെ ആരുടെയെങ്കിലും വോട്ട്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണർ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പുറത്ത് UAPA ചാർജ് ചെയ്തിട്ട് അയാളെ പിടിച്ചകത്തിടണം എന്ന് പറയുകയാണ്. കാരണം അത് ടെററിസമാണ് എന്നാണ് ഇവർ പറയുക. ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ CJPയുടെ സപ്പോർട്ടേഴ്സായിട്ട് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ അവർ പറയുന്ന ജനാധിപത്യം, അവർ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വളരെ വിദൂരമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ട നീറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആണ് എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ നീറ്റ് വിഷയം തന്നെ എടുക്കുമ്പോൾ അവരുന്നയിക്കുന്ന ഈ വിഷയം ലെജിറ്റിമേറ്റ് ആയിരിക്കുമ്പോൾ തന്നെ അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഭരണകൂടം പോലും പരാജയപ്പെടുന്നുണ്ട്. അബ്സല്യൂട്ട്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇത്തരം ശ്രദ്ധകൾ ഈ ഭരണകൂടത്തിന്റെ ശ്രദ്ധ ഇതിലേക്ക് വരാനും അവർക്ക് പുനർചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഇവർ ഒരുക്കുന്നില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഇതിനില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതൊരു മേജർ വിലയം മതിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് വരണമായിരുന്നു. ഇതിപ്പോൾ നാഷണലി ഉണ്ടായിരിക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമേജ് എന്താണ്? ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള ഒരു മൂവ്മെൻറ്റാണ്. ഗ്രൗണ്ടിലേക്ക് 1000 പേരെ തികച്ച് സംഘടിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നാണ്.
അങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ്, വളരെ ചെറിയ പാർട്ടിസിപ്പേഷനുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോബഡി ടേക്സ് ഇറ്റ് സീരിയസ്ലി. നമ്മുടെ നാട്ടിലെ ജന്തർ മന്ദറിൽ എത്രയോ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. അവിടെ വരുന്ന എല്ലാ പ്രൊട്ടസ്റ്റുകൾക്കും ഇതിനേക്കാൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ ഇത്ര കോറായിട്ടുള്ളൊരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് യുവജനങ്ങളുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് 1000 പേരെ എണ്ണിയെടുക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ വന്നില്ല എങ്കിൽ നോബഡി ടേക്സ് യു സീരിയസ്ലി. അത് വലിയൊരു പ്രശ്നമല്ലേ. ഞാൻ പറഞ്ഞത് ഇതിന് മറ്റു മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു ഡിമാൻഡ് കണ്ടില്ലേ, ഇവരുടെ മുന്നിലേക്ക് വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മാറി നിൽക്കുകയല്ല, നിങ്ങൾ പൊളിറ്റിക്സിൽ ഇടപെടുക, ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ വരിക, വിച്ച് ഇസ് റൈറ്റ്. ഇവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരാം, ഇവർക്ക് തന്നെ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് മാറ്റാം, യുവാക്കളുടെ എല്ലാം പിന്തുണ അവർക്ക് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അതൊന്നും ഇല്ലാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഡിമാൻഡ്സ് വെച്ചുകൊണ്ട് ഒരു മൂവ്മെൻ്റ് ആണ് ആൻഡ് ഞങ്ങൾ കോക്രോച്ച് ആണ്, മേ ഹൂ കോക്രോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആരും അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഐഡൻറ്റിറ്റിയോട് ചേർന്ന് നിൽക്കാൻ ആൾക്കാർ താല്പര്യപ്പെട്ടില്ല. കോക്രോച്ച് എന്ന് പറയുന്നത് അതിനകത്തൊരു ഡെറഗേറ്ററി ആയിട്ടാണ് പറയുക അല്ലേ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ആ പരാമർശം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡെറഗേറ്ററിയാണ്. അപ്പോൾ ഡെറഗേറ്ററി പദത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ കോക്രോച്ച് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ മൂവ്മെൻറ്റിന് തന്നെ ഒരു ലെജിറ്റിമസി നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, ഞങ്ങളിവിടെ മാനാഭിമാനമുള്ള യുവതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ്സ് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചാനലൈസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയണമായിരുന്നു. അത് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതുപോലെ മറ്റൊരു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, സാധാരണ പൊളിറ്റിക്കൽ കവലപ്രസംഗങ്ങളൊന്നും താല്പര്യമില്ലാത്ത ഒരു സമൂഹം, സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം രാഷ്ട്രീയം പറയാൻ തുടങ്ങുന്നു എന്ന്. ഇപ്പോൾ ഈ നീറ്റ് വിഷയമാണെങ്കിലും മറ്റ് ജഡ്ജിമാരുടെ വിഷയമാണെങ്കിലും അത് എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, രാഷ്ട്രീയം പറയാൻ തുടങ്ങുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഗൗരവത്തിലെടുക്കേണ്ട സംഗതിയല്ലേ? അല്ല, അതിപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് പൊളിറ്റിക്സ് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അവന്യൂസ് ഇപ്പോഴും ആൾക്കാർക്കുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വലിയൊരു പ്ലാറ്റ്ഫോം ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ആൾക്കാർ നാഷണൽ ലെവൽ, ഇപ്പോൾ NSUവിൻ്റെ ആൾക്കാരാണെങ്കിലും SFIയുടെ ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ എത്രത്തോളം ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ലെവലിലോ അല്ലെങ്കിൽ DYFI ലെവലിലോ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരിലും ആർട്ടിക്കുലേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഇതേ കോസും ഇതേ കൺസേൺസും തന്നെ റൈസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. പക്ഷേ അതിനെ ഒരു കൺസിസ്റ്റൻറ്റ് മൂവ്മെൻ്റ് ആയിട്ട് പ്രഷർ ഇടുന്ന രീതിയിലത്തേക്ക് മാറ്റാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അതൊരു പക്ഷേ ഇവരുടെ ഓർഗനൈസേഷണൽ സ്ട്രെങ്തിൻ്റെ പോരായ്മയായിരിക്കാം. ആൾക്കാരില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു മൂവ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ആൾക്കാരെ ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും അത് തുടർച്ചയായിട്ട് കുറേ കാലം റൺ ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഇവർക്ക് സാധിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിരുന്നല്ലേ കർഷകർ എത്ര നാളാണ് അവിടെ സമരം ചെയ്തതെന്നുള്ളതിനെപ്പറ്റി നമുക്കറിയാം. അതിനുള്ള മറ്റ് സപ്പോർട്ട് ബാക്ക് എൻഡ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് അവർ കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അതിൽ താല്പര്യം ഉണ്ടായിരുന്ന പല ആൾക്കാരും അതിനെ സ്പോൺസർ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ മൂവ്മെൻറ്റിനൊന്നും അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരതിനെ അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഫോളോവേഴ്സിനെ കിട്ടുന്നത്? അവർ വളർന്നു വരുന്നത് BJPക്ക് ബദലായിട്ടല്ല, ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ബദലായിട്ടാണ്. അതായത് അവരുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആവശ്യം ഇവിടുത്തെ കൺവെൻഷണൽ ഓപ്പോസിഷൻ പാർട്ടീസ് റേസ് ചെയ്യുന്നതിന് പരാജയപ്പെടുന്നുവെന്ന് തോന്നലുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ അഭിജിത് ദീപ്കെ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് രാഹുൽ ഗാന്ധിയാണ് ഇത് പറയുന്നതെങ്കിലോ, രാഹുൽ ഗാന്ധി ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥികളെ കൂടി റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു, സർക്കാർ ഇന്നത് ചെയ്യണം, ഇന്ന മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് റെഗുലറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻറ്റ് വേ ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന രീതിയിലത്തേക്ക് മാറ്റിയാൽ ഈ ആൾക്കാർക്ക് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ന്യായമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഭിജിത് ദീപ്കയോ വേറൊരാളോ ഒക്കെ തന്നെ ഇതിലേക്ക് വരുമോ? ഇല്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു ഡിമാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാനാണ് ആസ് എ പൊളിറ്റിക്കൽ ലീഡർ, ആസ് എൻ ഓപ്പോസിഷൻ ലീഡർ എന്ന രീതിയിലത്തേക്ക് ഒരു സന്ദേശം കൊടുക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ മറ്റ് നാഷണൽ പാർട്ടികൾക്കോ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് കോക്രോച്ച് ജനതാ പാർട്ടി വരുന്നത്. അപ്പോൾ അത് BJPയോടുള്ള ഒരു ബദലല്ല. സത്യത്തിൽ അവരവിടെ ആരെ സപ്ലാന്റ് ചെയ്യാൻ നോക്കുന്നു എന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ഓപ്പോസിഷനെയാണ്. അപ്പോൾ അവരാണ് അതിനെ ഒരു സിഗ്നലായിട്ട് കരുതേണ്ടത്. ഒരു പക്ഷേ അത് കരുതുന്നത് കൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസം അവരുടെ ആൾക്കാരെ ഒന്നും ഇവർ ഇതിലേക്ക് പറഞ്ഞു വിടാതിരുന്നത്. ആം ആദ്മി പാർട്ടിയുണ്ട്, സമാജ്വാദി പാർട്ടിയുണ്ട്, TMC ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഇങ്ങനെ എത്രയോ പാർട്ടികളുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഇല്ല. ഇടതുപക്ഷത്തുള്ള ചില ആൾക്കാർ മാത്രമാണ് അതിന് സപ്പോർട്ടുമായിട്ട് അവിടെ ചെന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ടാവും ദേ ആർ പ്രോബബ്ലി ഈറ്റിംഗ് ഇൻ ടു അവർ സ്പേസ് എന്നുള്ളൊരു ചിന്തയും അരക്ഷിതാവസ്ഥയും അവർക്കൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.